ഹലോ, സ്മാർട്ട് ശ്രീയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഐഡന്റിറ്റീസ്, സർവസമവാക്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തതൊക്കെ. സർവസമവാക്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതൊക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ബുക്കുകളിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് കുറച്ചൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട ഐഡന്റിറ്റീസ് ആണ്, സർവസമവാക്യങ്ങളാണ്. എപ്പോൾ ചോദിച്ചാലും നമ്മൾ അത് പറയാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പൊ അതുപോലെയുള്ള ഐഡന്റിറ്റീസ് ആണ് നമ്മൾ 5 എഴുതി വെച്ചത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, പിന്നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, പിന്നെ പഠിച്ച ഏതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറുമാണ് നമ്മൾ പഠിച്ച 5 സർവസമവാക്യങ്ങൾ, ഐഡന്റിറ്റീസ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, ബൈഹാർട്ട് ചെയ്യുക. അതൊക്കെ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസിൽ ഇതുപോലെ ഇക്വേഷൻസ് ഐഡന്റിറ്റീസ് വെച്ചിട്ട് ഫോം ചെയ്തിട്ട് വരുന്ന പല കാര്യങ്ങളും സോൾവ് ചെയ്യാനായിട്ട് അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ, അംശബന്ധമാണ്. അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം? ബന്ധം എന്ന് പറയുമ്പോൾ സം ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് അല്ലെ? എന്തെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് ബന്ധപ്പെടുത്തി പറയുക, അതാണ് നമ്മൾ അംശബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ബന്ധങ്ങൾ പറയാറുണ്ട്, നമ്മൾ ലൈഫിൽ ഒരുപാട് ബന്ധങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മാത്സിലും അതായത് ഗണിതത്തിലും നമുക്ക് പല കാര്യങ്ങളും ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതായത് സിമിലാരിറ്റികൾ, അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അതായത് ചില എന്താ പറയാ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ളത്, ചില പ്രത്യേക സ്വഭാവങ്ങൾ, ഒരുപോലെയുള്ള സവിശേഷതകളുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബന്ധപ്പെടുത്തി പറയാനായിട്ടാണ് ഗണിതത്തിൽ നമ്മൾ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കാം. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ സാധാരണ ലൈഫിൽ നമ്മൾ ബന്ധങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ബ്രദർ സിസ്റ്റർ റിലേഷൻ അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് റിലേഷൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഹസ്ബൻഡ് വൈഫ് റിലേഷൻ. അതുപോലെ മാത്സിൽ നമ്മൾ പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെ എഴുതും, അങ്ങനെ റേഷ്യോസിനെ നമ്മൾ എങ്ങനെ ബന്ധപ്പെടുത്തി രണ്ട് ബന്ധങ്ങളെ സൂചിപ്പിച്ച് നമ്മൾ എങ്ങനെയാണ് അത് സംഖ്യകൾ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതും ഒക്കെ, അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ്, പ്രോബ്ലംസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് റേഷ്യോ എന്ന്. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് പറഞ്ഞു, ഏതെങ്കിലും സിമിലർ ക്യാരക്ടേഴ്സ്, പൊതു സ്വഭാവമുള്ള കാര്യങ്ങളെ നമ്മൾ ബന്ധിപ്പിച്ച് പറയാൻ വേണ്ടി ഗണിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു റെക്ടാങ്കിളിന്റെ, ഒരു ചതുരത്തിന്റെ നീളം വീതി തന്നിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം, എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ നീളത്തിന് വീതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് നമുക്ക് ബന്ധിപ്പിച്ച് പറയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് വിച്ച് ഈസ് ഡിവൈഡഡ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് തരംതിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം, അതായത് റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം. അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിലെ മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള ബന്ധം, അതായത് പോപ്പുലേഷൻ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിലെ ഒരു പ്രത്യേക പ്രദേശത്തെ നമ്മളൊരു ജനസംഖ്യ ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ അതിൽ എത്ര മെയിൽസ്, പുരുഷനുണ്ട്, എത്ര സ്ത്രീ ഉണ്ട്, മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള ആ ഒരു ബന്ധം. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് നമ്മൾ ഗണിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പല കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അമ്മമാരും അറിയാതെ തന്നെ ഈ റേഷ്യോസിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് റേഷ്യോ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഡലി, ദോശ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അല്ലെ? അപ്പൊ ഇഡലിയും ദോശയും ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ അതിന്റെ മാവ്, അതിന്റെ എന്താ പറയാ, മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ബാറ്റർ ശരിയാക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക അളവിലാണ് അതിനു വേണ്ടി
വേണ്ടിയിട്ടുള്ള അരിയും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉഴുദാലും അതിനകത്ത് ഇടുന്നത്, അല്ലെങ്കിൽ അത് നനച്ചു വെക്കുന്നത്, കുതിർത്ത് വെക്കുന്നത് പിറ്റേ ദിവസം അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അത് ഏത് രീതിയിലാണ്, കുറച്ചങ്ങോട്ട് വാരിയെടുത്തിട്ട് അങ്ങോട്ട് ഇടുകയല്ല ചെയ്യാം, അതിന് ഒരു പ്രത്യേക അളവിലാണ്. ഇഫ് വി ആർ ടേക്കിംഗ് 2 cups of rice, we will take 1 cup of urad. അതായത് ഒരു കുറച്ച് പേർക്ക്, ഒരു 2, 3, 4 പേർക്കൊക്കെ ഒരു വീട്ടിൽ ഉള്ളവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനാണെങ്കിൽ 2 കപ്പ് അരി എടുക്കുമ്പോൾ 1 കപ്പ് ഉഴുന്നെടുക്കുന്നു. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിച്ച് അത് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ ആ ഒരു അളവിൽ വ്യത്യാസം ഉണ്ട്. അപ്പൊ കുറെ അരി എടുത്തു, ഉഴുന്നിന് വില കൂടിയത് കൊണ്ട് ഉഴുന്ന് കുറച്ചിട്ടു, സോ അപ്പൊ നമുക്ക് കിട്ടുന്ന ഇഡ്ഡലി ശരിക്കും നല്ല, എന്താ പറയാ, നമുക്ക് എടുത്ത് ചിലപ്പോൾ ഭയങ്കര ഹാർഡായി പോകും. അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആവില്ല എന്ന് മാത്രം, ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറിഞ്ഞും അറിയാതെയൊക്കെ പല രീതിയിലും നമ്മൾ ഈ റേഷ്യോസിനെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് അതിനെ എഴുതുന്നത് എന്നൊക്കെയാണ്. റേഷ്യോ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറയാം. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് the length and breadth of a rectangle is given as 5 centimeter and 3 centimeter. Assume ചെയ്യുക, imagine the length is 5 centimeter and the breadth is 3 centimeter. ഒരു ചതുരത്തിന്റെ നീളം വീതിയും ഇതാണ് തന്നിരിക്കുന്നത്, 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. Now നമ്മൾ എങ്ങനെയാണ്, how we can represent it in the ratio, അതിനെ നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും? അത് ബന്ധപ്പെടുത്താനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത്. ഈസ് ടു, ഈ ഒരു സിമ്പൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്നാണ്. അതായത് ലെങ്ത്തിന് ബ്രെഡ്ത്തിനോടുള്ള ആ ഒരു ബന്ധം, ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇതാണ്. ആൻഡ് ഇറ്റ് ഈസ് റെഡ് ആസ്, അത് വായിക്കുന്നത് നമ്മൾ ഈസ് ടു എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് വെച്ചിട്ടാണ്. ഈസ് ടു, ആ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ അത് വായിക്കുക. അപ്പൊ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത്, അതാണ് നമ്മൾ റേഷ്യോ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സിമ്പൽ. അപ്പൊ ഇങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ we will represent it as 5:3. ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. റേഷ്യോ എന്ന് പറയുന്നത് ബന്ധത്തെ കാണിക്കാനാണ്. അത് മാത്സിൽ നമ്മൾ അതിനെ സിമ്പൽ ഉപയോഗിച്ചാണ് എഴുതുക. ആ സിമ്പൽ ഇതാണ്, 2 കുത്ത്, അതായത് നേരെ നേരെ വരുന്ന 2 കുത്തുകളാണ് നമ്മൾ ഇടുക. ഈ കുത്തുകൾ നമ്മൾ വായിക്കേണ്ടത് ഈസ് ടു എന്നാണ്. ലെങ്ത് 2 കുത്ത്, ബ്രെഡ്ത്ത് ഒന്നും വായിക്കരുത്, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്നാണ് നമ്മൾ അതിനെ വായിക്കേണ്ടത്. അപ്പോൾ ഇതാണ്, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ ബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് മാത്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തി ഉപയോഗിക്കാം. വി ക്യാൻ കമ്പയർ, അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നമുക്ക് 3 മെഷേഴ്സിനെ എഴുതാം, അല്ലെങ്കിൽ 4 മെഷേഴ്സിനെ, എത്ര വേണമെങ്കിലും സംഖ്യകളെ നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തിയൊക്കെ എഴുതാൻ പറ്റും. ഇപ്പൊ ഒരു ക്യൂബ് ആണെന്ന് വിചാരിക്കുക, ഒരു ക്യൂബ് നമ്മളുടെ ക്യൂബിക് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബോക്സ് ഒക്കെ, ആ ക്യൂബിന്റെ ഷേപ്പിലുള്ള ബോക്സ്, അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്രിസമിന്റെ രീതിയിലുള്ള ബോക്സ്. അപ്പൊ അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടായിരിക്കും. അപ്പൊ 3 മെഷേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിന് 3 ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടായിരിക്കും. അപ്പൊ അവ തമ്മിൽ ബന്ധപ്പെടുത്താനാണെങ്കിൽ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ഈസ് ടു ഹൈറ്റ്, ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ 3 മെഷേഴ്സോ അല്ലെങ്കിൽ 2 മെഷേഴ്സോ നമുക്ക് ബന്ധപ്പെടുത്താം. മിനിമം 2 മെഷേഴ്സ് എങ്കിലും വേണം നമുക്കിതിനെ ബന്ധപ്പെടുത്താൻ. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ്, അതിനെ നമ്മൾ വായിക്കുന്നതും എഴുതുന്നതൊക്കെ ഇങ്ങനെയാണ്, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് 5:4. ഇനി ഒരു പ്രദേശത്ത് നമ്മൾ നേരത്തെ രണ്ടാമത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു പ്രദേശത്ത് കുറച്ച് പോപ്പുലേഷൻ, കുറച്ച് ആളുകളുടെ എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ദേ ആർ, ഇവിടെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന റേഷ്യോയിലാണ്. ഇഫ് ദെയർ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 6:2 എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം, 6:2. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ ഏത് 2 യൂണിറ്റ് ഓഫ് മെഷേഴ്സും നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട്, ബന്ധപ്പെടുത്തി എഴുതാനാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുക. പല കാര്യങ്ങൾക്കും നമുക്ക് ഇങ്ങനെ റേഷ്യോസ് ഉപയോഗിക്കാം. ഇനി അപ്പൊ ഇങ്ങനെയാണ് അത് വായിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. റേഷ്യോനെ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ഈസ് ടു ഈക്വൽ ടു 5:3, അല്ലെങ്കിൽ മെയിൽ ഈസ് ടു ഫീമെയിൽ, ദാറ്റ് ഈസ് 6:2. ഇനി ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നമ്മൾ ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ റേഷ്യോ 3:4 അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഏത് റേഷ്യോസ് നമ്മളിങ്ങനെ ഈസ് ടു എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ ഉപയോഗിച്ചാണ് നമ്മൾ ഗണിതത്തിലെ മാത്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എഴുതാറ്. ഇനി വേറെ എന്താ പറയാ, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ഈസ് ടു ഹൈറ്റ്.
1:2, 2:3 ഇങ്ങനെ എഴുതാം. അപ്പൊ അതിലധികമോ മെഷേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് ഇങ്ങനെ ബന്ധം കാണിച്ച് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് റേഷ്യോ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് വരുന്ന പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറയാ റേഷ്യോ ആയിട്ടൊക്കെ തന്നിരിക്കുകയാണ്. ഈ റേഷ്യോ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേം. എപ്പോഴും നമ്മൾ റേഷ്യോയിൽ ഒരു സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിനെ ഏറ്റവും ചെറിയ രൂപത്തിൽ, ലഘു രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ലോവസ്റ്റ് ടേം ഓഫ് റേഷ്യോ, ലോവസ്റ്റ് ഫോം ഓഫ് റേഷ്യോനെ നമുക്ക് എങ്ങനെ ചെറുതാക്കി ചെറിയ രൂപത്തിൽ ലഘൂകരിച്ച് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ ഇവിടെ നോക്കാം. ഞാനിപ്പോ 5:10 എന്ന് പറയുന്ന ഒരു റേഷ്യോ എഴുതിയിരിക്കുകയാണ്. വായിക്കുക 5:10, 5:10 ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഇതിനെ ലോവസ്റ്റ് ടേമിലേക്ക് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോമിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതണം. നോക്കാം, നമുക്ക് ഈ രണ്ട് തന്നിരിക്കുന്ന ടേമിലും അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏത് സംഖ്യ വെച്ചിട്ട് അതിനെ രണ്ടിനെയും കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. ആ സംഖ്യ വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറുതാക്കുന്നത്. ഇപ്പൊ നോക്കിയേ 5ഉം 10ഉമാണ്. 5ന്റെ ടേബിളിൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ദ ഡിവിസിബിലിറ്റി ഇവിടെ നമുക്ക് ഈ രണ്ടിനെയും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. ഇതിനെ ഹരിക്കാൻ പറ്റും, ഇതിനെ ഹരിക്കാൻ പറ്റും. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, കിട്ടിയല്ലോ. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2. സോ ദ ലോവസ്റ്റ് ഫോം ഓഫ് 5:10, 5:10 എന്ന് പറയുന്നതിന്റെ ലഘുവായ രൂപം ഏതാണ്? 1:2 ആണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ചുരുക്കി ഏറ്റവും ലഘുവായ രൂപത്തിൽ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. അപ്പൊ 5:10ന്റെ 1:2 ആണ്. വേറെ സംഖ്യ പറഞ്ഞറിയാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. 27:18, 27:18. വലിയ സംഖ്യ ആദ്യം വരാൻ പാടില്ല എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇവിടെ 5:10 എഴുതിയല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. റേഷ്യോ സംഖ്യകൾ തമ്മിൽ നമ്മൾ കൊണ്ട് ഈസ്റ്റു ചിഹ്നം ഉപയോഗിച്ച് എഴുതിയാൽ മതി. 27:18 എങ്ങനെ നമുക്ക് ഇതിനെ ഷോർട്ട് ഫോമിലേക്ക് അല്ലെങ്കിൽ ലോവസ്റ്റ് ടേമിലേക്ക് എഴുതാൻ പറ്റും? 27:18. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ ഏതാണ്? 9ന്റെ ടേബിൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. 9 കൊണ്ട് നമുക്ക് ഈ രണ്ട് സംഖ്യയും 27നെയും ഹരിക്കാൻ പറ്റും, 18നെ ഹരിക്കാൻ പറ്റും. അപ്പൊ 27 9 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 18 2 പ്രാവശ്യം. സോ ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് 27:18, 27:18ന്റെ ചെറിയ രൂപം ഏതാണ്? 3:2 ആണ്. കുറച്ച് അതുപോലെ ഇനി അടുത്തതൊന്ന് നോക്കിയേ. 15:25. അപ്പൊ ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം ഏതായിരിക്കും എന്ന് എഴുതി വെച്ച് 10:15:25 ഏതുകൊണ്ടാണ് എല്ലാത്തിനും ഡിവിസിബിൾ ആകുക എന്ന് നോക്കുക. എന്നിട്ട് അതിനെ ചെറുതാക്കുക. ഏതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? 10:15:25 5ന്റെ ടേബിളിലാണ് അല്ലെ. 5 കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. എല്ലാത്തിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ചിഹ്നം ഇടാൻ മറക്കരുത്. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ്. 2:3:5. അപ്പൊ നമുക്ക് ഇങ്ങനെ റേഷ്യോസിനെ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ ലോവസ്റ്റ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കോമൺ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക, അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇതിന്റെ ചെറിയ രൂപത്തിലേക്ക് പറ്റുക. ചിലപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എളുപ്പം എന്താ പറയാ ഒറ്റ സംഖ്യ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ടേംസിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. ഇപ്പൊ എക്സാമ്പിൾ വേറൊരു ചോദ്യം ഞാൻ തരാം. 28:32:16 ഇങ്ങനെ 3 സംഖ്യകൾ തന്നിരിക്കുകയാണ്. 28, 32, 16 എന്നീ സംഖ്യകളുടെ ഇതിന്റെ റേഷ്യോനെ നമ്മൾ ചെറുതാക്കി ലഘുരൂപത്തിൽ ആക്കണം എന്ന് വിചാരിക്കാം. നോക്കിയേ, ഇതെല്ലാം ഈവൺ നമ്പേഴ്സ് ആണ്. ഈവൺ നമ്പർ അല്ലേ എല്ലാം. നോക്കുക, ഇരട്ട സംഖ്യകളാണ്. അപ്പൊ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഏത് ടേബിളിൽ വരും എന്ന് അല്ലെങ്കിൽ ഏത് സംഖ്യ വെച്ചാണ് കോമൺ ആയിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റാന്ന് പെട്ടെന്ന് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഒരു ഈവൺ നമ്പർ ആണ് എന്ന് മനസ്സിലാക്കുക. എല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പൊ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. ബിക്കോസ് എല്ലാം ഈവൺ നമ്പേഴ്സ് ആണ്. ഈവൺ നമ്പേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. എല്ലാ ഈവൺ നമ്പേഴ്സിന് ഇരട്ട സംഖ്യകളൊക്കെ പൂർണ്ണമായിട്ടും നിശേഷമായിട്ട് നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 28നെ 2 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാഫ് ആണ്. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം പകുതിയാണ്. 28ന്റെ പകുതി 14, 32ന്റെ പകുതി 16, 16ന്റെ പകുതി 8. നോക്കിയേ,
ഇനിയും നോക്കുക, അഗൈൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സിൽ 14:16:8 എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകളാണ് എല്ലാം തന്നെ. വീണ്ടും നമുക്ക് 2 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. 7 പകുതി 16ന്റെ പകുതി 8:8ന്റെ പകുതി 4. അഗൈൻ ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം 7, 8, 4 7 കൊണ്ട് നമുക്ക് 8, 4 മാത്രമായിരുന്നെങ്കിൽ നമുക്ക് 2 കൊണ്ട് വീണ്ടും ഡിവിസിബിൾ ചെയ്തിട്ട് നമുക്ക് അതിനെ ചെറുതാക്കാമായിരുന്നു. പക്ഷെ ഒരു 7 കൂടി ഉണ്ട്. അപ്പൊ എല്ലാത്തിനെയും കൂടി ഒരു റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ ഇനി നമുക്ക് അതിനെ ഫർദർ അതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 7:8:4 ആണ് ഏതിന്റെ 28:32:16ന്റെ ലോവസ്റ്റ് ടേം അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയാം നമുക്ക്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള സംഖ്യ എടുത്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ, സിംപ്ലിഫൈഡ് ഫോം കാണാനായിട്ട് മറ്റൊരു രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ ചോദിക്കുകയാണ് 1/2:1/4. അതിന് എങ്ങനെ നമുക്ക് അതിന്റെ റേഷ്യോ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതോ അല്ലെങ്കിൽ റേഷ്യോ ആണോ എന്നൊക്കെ നോക്കേണ്ടി വരും. നോക്കുക, ഇവിടെ 1/2:1/4 എന്ന് പറയുന്നത് അത് റേഷ്യോ നമുക്ക് തരുമ്പോൾ എപ്പോഴും ഫ്രാക്ഷനോ ഒക്കെ ആണെങ്കിൽ അതിന്റെയൊക്കെ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കുക. എന്നാൽ മാത്രമേ അവ നമുക്ക് കോമൺ ഒരു കമ്പയർ ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയാൽ ഇവിടെ നോക്കി നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് രണ്ടിലും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ് അല്ലെ, ഛേദങ്ങൾ വ്യത്യസ്തമല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക. അപ്പൊ നമുക്കറിയാം ഈ 4നെ നമുക്ക് 4 ആക്കണമെങ്കിൽ 2 എന്ന് പറയുന്ന ആദ്യത്തെ ഫ്രാക്ഷന്റെ 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാം 4 ആക്കാൻ പറ്റുക. എന്ന് പറയുന്ന ഛേദത്തിലേക്ക് കൊണ്ടുവരാം. അതാണല്ലോ എളുപ്പം. 2നെ 4 ആക്കാൻ എളുപ്പമാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. അംശത്തെയും ഛേദത്തെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 1 × 2 2/4 ആണല്ലോ. ഈസ്റ്റു ഇവിടെ നമുക്ക് ഗുണിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിന്റെ ഡിനോമിനേറ്റർ 4 ആണ്. അതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ 2/4 1/4 ആണ്. ഇപ്പൊ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റേഷ്യോ പറയാനായിട്ട് പറ്റുള്ളൂ. സോ നൗ ദ റേഷ്യോ ഈസ് 2:1. അതായത് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 1/2ഉം 1/4ഉം തമ്മിലുള്ള റേഷ്യോന്റെ ബന്ധം 2:1 ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആക്കിയത്? ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമായിരുന്നു. ഈക്വൽ ആക്കി ഡിനോമിനേറ്ററിനെ ഛേദത്തെ ഒരുപോലെ ആക്കിയിട്ടാണ് നമ്മൾ റേഷ്യോ പറയാറുള്ളൂ. അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നാലോ, നിങ്ങൾക്ക് ചെയ്യാലോ. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ ഞാൻ പറയാം 1/2:1/3:1/4 ഇങ്ങനെ തന്നിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ്, ഇതിന്റെ കൃത്യമായ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം എങ്കിൽ നോക്കുക, ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. വീണ്ടും നമ്മൾ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒരു കോമൺ നമ്പറിലേക്ക് കൊണ്ടുവരും. ഏതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കാനായിട്ട്, ഛേദങ്ങളെയൊക്കെ ഒരുപോലെ ആക്കാൻ നമുക്ക് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാ പറ്റുക നോക്കിയേ. നോക്കുക, 2നെ 3 ആക്കാനായിട്ട് പറ്റുമോ? ഇല്ല. 3നെ 4 ആക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കോമൺ നമ്പറിലേക്ക് ഈ 3 സംഖ്യകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, 12ലേക്ക് കൊണ്ടുവന്നൂടെ? നോക്കിയേ, 12 ആക്കാം. 2 × 6 12, 4 × 3 12. അപ്പൊ അടിയിൽ മുകളിലും 4 കൊണ്ട് ഗുണിക്കണം. 3 × 4 12 ആണ്. നോക്കിയേ, ഇപ്പൊ എല്ലായിടത്തും 12 കിട്ടണം. കാരണം കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ, എല്ലാത്തിന്റെയും ഛേദം ഒരുപോലെയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 6 കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യ, രണ്ടാമത്തെ ഫ്രാക്ഷനെ 4 കൊണ്ട്, മൂന്നാമത്തെ ഫ്രാക്ഷനെ 3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്പിൾ, നിയറസ്റ്റ് ഏറ്റവും അടുത്ത കോമൺ ആയിട്ട് എല്ലാത്തിനെയും ആക്കാൻ പറ്റുന്ന സംഖ്യയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടത്. ഏറ്റവും അടുത്ത് കിടക്കുന്ന സംഖ്യയിലേക്ക്, ഏറ്റവും തൊട്ടടുത്ത ഏത് സംഖ്യയിലേക്ക് നമുക്ക് ഡിനോമിനേറ്ററിനെ കൊണ്ടുവരാൻ പറ്റും, ഛേദത്തെ കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കാം. അത് വെച്ച് അംശവും ഛേദവും ഗുണിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി റേഷ്യോ. 1 × 6 6/12 ആണല്ലോ. 1 × 4 4/12, 1 × 3 3/12. ഇപ്പൊ നോക്കാം, ഡിനോമിനേറ്റേഴ്സ് എല്ലാത്തിന്റെയും ഛേദം ഒരുപോലെയായി. സോ ദ റേഷ്യോ ഈസ് 6:4:3. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് അതിനെ ഈക്വൽ ആക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ, ഛേദം വ്യത്യസ്തമാണെങ്കിൽ ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രം അത് നമ്മൾ റേഷ്യോയിൽ പറയാൻ പാടുള്ളൂ. അപ്പൊ അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ലോവസ്റ്റ് ടേമിലേക്ക് റേഷ്യോ എങ്ങനെ ആക്കും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന കുറച്ച് ഫ്രാക്ഷനോ അല്ലെങ്കിൽ സംഖ്യകളോ, ഹൗ ക്യാൻ ബി റൈറ്റ് ഇൻ റേഷ്യോ, എങ്ങനെ നമുക്ക് റേഷ്യോ ആയിട്ട് അംശബന്ധമായിട്ട് എഴുതാം എന്ന് 2 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞു?
ബന്ധത്തെ സൂചിപ്പിക്കാൻ മാത്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ടേമാണ് റേഷ്യോ, അംശബന്ധം. അപ്പൊ നമ്മൾ ആ അംശബന്ധങ്ങളെ എങ്ങനെ എഴുതും, എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈസ്റ്റു എന്ന് പറയുന്ന രണ്ട് കുത്ത് നേരെ നേരെ ഇട്ടിട്ടാണ് നമ്മൾ അതിനെ എഴുതുക. അത് റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, അതിന് വായിക്കുന്നത് ഈസ്റ്റു എന്നാണ്. ആ ബന്ധത്തെ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അത് എഴുതുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തരുമ്പോൾ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് ആണ്. സംഖ്യ എത്രയാണോ ലെങ്ത്തിന്റെ നീളം ആദ്യം എഴുതുക, ബ്രെഡ്ത്തിന്റെ നീളം രണ്ടാമത് എഴുതുക. ഏത് രീതിയിൽ ചോദിച്ചിരിക്കുന്നോ അതാണ് നമ്മൾ എഴുതേണ്ടത്. ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് എന്ന് ചോദിക്കുമ്പോൾ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 6 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്ററുമാണ് തന്നിരിക്കുന്നതെങ്കിൽ യു ഷുഡ് റൈറ്റ് ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. ലെങ്ത് ആണ് ആദ്യം എഴുതേണ്ടത്. 6:3 എന്നാണ് എഴുതേണ്ടത്. ആൻഡ് 3:6 എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലെങ്ത് ആണ് ആദ്യം ചോദിച്ചത്. ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് ആണെങ്കിൽ 6:3. അതേസമയം തിരിച്ചാണെങ്കിലോ ബ്രെഡ്ത്ത് ഈസ്റ്റു ലെങ്ത് ആണ് ചോദിക്കണമെങ്കിൽ നേരെ തിരിച്ചിടണം 3:6. അപ്പൊ ഇതായിരിക്കും ശരി വരിക. അപ്പൊ റേഷ്യോ പറഞ്ഞിരിക്കുന്ന അതേ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ അതിന്റെ റേഷ്യോന്റെ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതേണ്ടത്. പിന്നെ നമ്മൾ അതെങ്ങനെയാണ് ലോവസ്റ്റ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല ഏതെങ്കിലും കുറച്ച് ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ കോമൺ രീതിയിലല്ലാത്ത കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ചേഞ്ച് ഇൻ ടു റേഷ്യോ, അതിനെ എങ്ങനെ നമുക്ക് റേഷ്യോ ആക്കും. അപ്പൊ നമ്മൾ ഭിന്നസംഖ്യ വെച്ചിട്ട് റേഷ്യോനെ ആക്കിയല്ലോ, കണ്ടല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് ഡെസിമൽ നമ്പേഴ്സിലും വരാറുണ്ട്. ഇപ്പൊ ഉദാഹരണം 2.5:35:40. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ. നോക്കിയേ, ഇവിടെ ഇതെല്ലാം ഒരു കോമൺ നേച്ചർ അല്ല. കാരണം ഇവിടെ മാത്രം ഒരു ഡെസിമൽ നമ്പർ, ഒരു ദശാംശ സംഖ്യയും മറ്റു രണ്ട് സംഖ്യകൾ ദശാംശമല്ല, പൂർണ്ണസംഖ്യകളായിട്ടാണ് കിടക്കണേ. അപ്പൊ ഇങ്ങനെയുള്ളതിനെ, ഇതെല്ലാം ഒരുപോലെയുള്ളതിനെ മാത്രമേ നമുക്ക് റേഷ്യോ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുന്നിൽ ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞപ്പോൾ ഡിനോമിനേറ്റേഴ്സ്, ഛേദങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഛേദങ്ങളെ നമ്മൾ ഒരുപോലെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തത്, റേഷ്യോയിൽ എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഈ ഒരു സംഖ്യ, ആദ്യത്തെ സംഖ്യ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഡെസിമൽ, അത് ദശാംശ സംഖ്യയാണ്. മറ്റേത് രണ്ടും എന്താണ്, സാധാരണ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ഒരു സംഖ്യ മാത്രം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അതിന്റെ ഡെസിമൽ മാറ്റാനുണ്ട്. എങ്ങനെയാ ഡെസിമൽ മാറ്റുക? നമ്മള് ഡെസിമൽ എങ്ങനെയാ മാറ്റുക? എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ടോ അത്രയും സ്ഥാനമുള്ള സംഖ്യ വെച്ച് നമ്മൾ 10, 100, 1000 അതല്ലേ, എങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? നേരത്തെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചതാണ്. ദശാംശ സംഖ്യകളെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നത് എന്നൊക്കെ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്രയാണ്, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉള്ളത് കൊണ്ട് 10 കൊണ്ട് നമ്മൾ അതിനെ ഗുണിക്കുന്നു. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു സംഖ്യ മാത്രം ഗുണിച്ചാൽ മതിയോ? നോക്കിയേ, ഒരു 2.5നെ 10 കൊണ്ട് ഗുണിച്ച് നമ്മൾ അതിന്റെ ദശാംശം മാറ്റുന്നു. അപ്പോൾ അതെന്താകും, 25 ആകും. പക്ഷെ ഇത് മാറ്റി അതേ രീതിയിൽ, അതേ നേച്ചറിൽ തന്നെ നമ്മൾ എല്ലാത്തിനെയും മാറ്റണം. ഫ്രാക്ഷൻ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ 10 കൊണ്ട് ഗുണിക്കുന്നു, എല്ലാം 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 25:350:400 എന്നാണ് വരിക. മനസ്സിലായല്ലോ? 25:350:400 എന്ന് വരുന്നു. അപ്പൊ എല്ലാത്തിന്റെയും നമ്മൾ ഡെസിമല് ഒരെണ്ണത്തിന് ഉണ്ടായുള്ളൂ. പക്ഷെ ഈ ഒരു ഡെസിമൽ മാത്രം മാറ്റിയാൽ, നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് 25, 2.5നെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ച് ഇതിനെ 25 ആക്കി. പക്ഷെ ഇവിടെ 35, 40, 25ന്റെ അതേ റേഷ്യോയില് നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ അതുപോലെ മാറ്റം വരണ്ടേ. ഇത് 2 പോയിന്റ് എന്ന് പറഞ്ഞത് ഒരു ലോവസ്റ്റ്, ചെറിയ ഒരു യൂണിറ്റ് ഓഫ് നമ്പർ ആണ്. അതേസമയം ഇത് 35, 40 അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച്, അതിനുമായി ബന്ധപ്പെടുത്തുമ്പോൾ കുറച്ച് വലിയ സംഖ്യയാണ്. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു റേറ്റിൽ തന്നെ എന്ത് മാറണം, അടുത്ത രണ്ട് സംഖ്യകളും മാറണം. അപ്പൊ ഏത് സംഖ്യ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ സംഖ്യയിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 25:350:400. ഏത് സംഖ്യ കൊണ്ടാ നമുക്ക് എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുക? 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? അപ്പൊ 5, ഇവിടെയും 5, ഇവിടെയും 5 കൊണ്ട് ഹരിക്കുന്നു. 5 25 5 പ്രാവശ്യം, 5 35 നോക്കിയാൽ മതി 7 പ്രാവശ്യം. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കണം. 7 5 35 പോയിട്ടുള്ള ഒരു 0 ബാക്കി ഉണ്ടായിരുന്നു, അവിടെ ഇട്ടു. അതുപോലെ തന്നെ 5 40 നോക്കിയാൽ മതി. 8 5 40, 0 ഇട്ട് കൊടുക്കാം. ഇനിയും 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 5 കൊണ്ട് തന്നെയാണ് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. 1:5 70 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ എത്ര പ്രാവശ്യം പോകും? 1 14. ഇവിടെയോ 5 80ലാണെങ്കിലോ 2 16. 1:14:16 എന്നാണ് നമുക്ക് അതിനെ ചെറുതാക്കുമ്പോ കിട്ടുക. 880നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 5 കൊണ്ട് 5 5 30
6 പ്രാവശ്യം. അതുപോലെ തന്നെ 70നെയും നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1:14:16 എന്നാണ് നമുക്ക് അതിനെ ചെറുതാകുമ്പോൾ കിട്ടുക. അപ്പൊ ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തന്നിരിക്കുന്ന റേഷ്യോയിൽ ദശാംശ സംഖ്യ ഉണ്ടെങ്കിൽ അത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ട് നോക്കുക. അത് വെച്ച് നമ്മൾ ഗുണിക്കണം. 100 കൊണ്ടോ 10 കൊണ്ടോ 1000 കൊണ്ടോ എത്രയാണോ ഡെസിമലിന്റെ എണ്ണം നോക്കിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതനുസരിച്ച് ബാക്കിയുള്ള സംഖ്യകളെയും സെയിം നമ്പർ കൊണ്ട് ഗുണിക്കേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ റേഷ്യോ ആക്കുക. അപ്പൊ നമുക്ക് കിട്ടിയിരുന്ന ആൻസർ ഏതാണ്? 1:14:16. അതാണ് ദശാംശത്തെ നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ ഫ്രാക്ഷനെ റേഷ്യോ ആക്കി. ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി ഇതുപയോഗിച്ച് എന്ത് കണക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടി വരിക? റേഷ്യോ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഏത് രീതിയിലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്ന് നോക്കാം. ഇപ്പോ ഞാൻ പറയാം, ഒരു എന്താ പറയാ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 18 സെന്റിമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. 18 ആണ്, രണ്ട് സൈഡുകളാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 സെന്റിമീറ്റർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സൈഡ്സ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 3:2 ആണെന്ന് വിചാരിക്കാം. ആൻഡ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നു വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആൻഡ് ഓൾസോ വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. ഈ ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അതായത് നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് 18 കിട്ടുമെന്നും, അല്ലെങ്കിൽ അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 3:2 എന്നും തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഹൗ ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് സെപ്പറേറ്റ്ലി, ഇതിനെ രണ്ടും വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? കാണാമല്ലോ. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. മാത്രമല്ല ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 18 കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലെങ്ത് ഈക്വൽ ടു നീളം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 18 ഇൻറ്റു, നമുക്കറിയാം ലെങ്ത്തിന്റെ എന്താ പറയാ റേഷ്യോയിൽ വന്നിരിക്കുന്ന സംഖ്യകളിൽ ലെങ്ത് ഇതാണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. ഓർക്കുക, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് 3:2. അപ്പൊ ലെങ്ത്തിന്റെ പാർട്ട് എത്രയാണ്? 3 ഭാഗമാണ്. എത്രയിൽ 3 ഭാഗമാണ് എന്നോർക്ക് ഇതിന്റെ ടോട്ടൽ ആണ്, ഈ റേഷ്യോന്റെ ടോട്ടൽ ആണ് നമ്മൾ അടിയിൽ എഴുതേണ്ടത്. അപ്പൊ 18 ഇൻറ്റു 3/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് കിട്ടും. അതോടൊപ്പം തന്നെ ബ്രെഡ്ത്ത് ആണ് കാണേണ്ടതെങ്കിലോ, അപ്പൊ ബ്രെഡ്ത്ത് കാണാൻ എന്ത് ചെയ്യണമായിരിക്കും? 18, മൊത്തം 18 ആണല്ലോ, നീളം വീതി കൂടി കൂട്ടിയാൽ 18 ആണ്, ഇൻറ്റു 2/5 ചെയ്താൽ നമുക്ക് ബ്രെഡ്ത്ത് കിട്ടും. അപ്പൊ ലെങ്ത് കിട്ടാനായിട്ട് 18 ഇൻറ്റു 3/5, ബ്രെഡ്ത്ത് കിട്ടാനായിട്ട് 18 ഇൻറ്റു 2/5 ചെയ്യുക. അപ്പൊ നമുക്കത് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 54/5, ഇവിടെയാണെങ്കിൽ 36/5. ഇനി ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടും. ഡെസിമൽ നമ്പറിലായിരിക്കും ചിലപ്പോൾ കിട്ടുക. 54/5 10 പ്രാവശ്യം പോവും, 50. ശിഷ്ടം 4 ആണ്, 4 പോകില്ല, പോയിന്റ് ഇടുക, 0 ഇടുക, 8. 4 8 5 are 40. അപ്പൊ നമുക്ക് കിട്ടി 10.8 ആണ് സെന്റിമീറ്റർ ആണ് ഏത് ആ റെക്റ്റാങ്കിളിന്റെ നീളമാണ് നമുക്ക് കിട്ടിയ. ലെങ്ത് ആണ് 10.8. 36/5 ആണ് നമ്മളുടെ ബ്രെഡ്ത്ത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. 5 7s are 35 ആണ്. ബാലൻസ് 1 പോയില്ല, പോയിന്റ് ഇടുക, ഒരു 0 ചേർക്കുക, 2 10 പ്രാവശ്യം. അപ്പൊ 7.2 ആണ് നമ്മളുടെ എന്ത് കിട്ടുക? ബ്രെഡ്ത്ത് കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? നോക്കിയാൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ, നീളവും വീതിയും കൂട്ടിയാൽ 18, നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 3:2. അപ്പൊ ഇത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തന്നിരിക്കുന്ന റേഷ്യോയില് എന്ത് ചെയ്താൽ മതി? ആ സമ്മിനെ, ആ തുകയെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 18 ഇൻറ്റു 3 ലെങ്ത്തിന്റെ ആണ് 3. ആ കാര്യം മാറരുത്. നീളവും വീതിയും എടുക്കുമ്പോൾ ആ റേഷ്യോന്റെ സംഖ്യകളും അത് ആ രീതിയിൽ തന്നെ നമ്മൾ വേണം എടുക്കാനായിട്ട്. അപ്പൊ 3 ആയതുകൊണ്ട് 3/5. രണ്ടാമത്തേത് ബ്രെഡ്ത്ത് കാണാൻ 2/5. 10.8 പ്ലസ് ആൻഡ് 7.2. ഇനി ഇവർ പറഞ്ഞ കാര്യം ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വെദർ വി വിൽ ഗെറ്റ് ദ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് 18. നമുക്ക് തന്നിരിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 18 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10.8 ആണ് നമുക്ക് ലെങ്ത് കിട്ടിയത്. 7.2 ആണ് നമുക്ക് ബ്രെഡ്ത്ത് കിട്ടിയത്. കൂട്ടാം നമുക്ക്. 8 2 10, ബാലൻസ് 1, പോയിന്റ് ഇടണം, 7 1 8, 1 ഇറക്കി എഴുതണം. കണ്ടല്ലോ, ശരിയല്ലേ? 18. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ചെയ്ത് ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മെഷേഴ്സ് ഒക്കെ തന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് റേഷ്യോ ഈ രീതിയിൽ ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഒരെണ്ണം കൂടി ഞാൻ പറയാം. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് കേട്ടോ പറഞ്ഞേക്കണേ. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ഹാസ് 3 sides, മറക്കരുത്. ഒരു ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത് 54 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 54 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ആൻഡ് അതിന്റെ സൈഡ്സിന്റെ
റേഷ്യോ ഓഫ് സൈഡ്സ് ആണ്. വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3:1 ആണെന്ന് വിചാരിക്കാം. 3 സൈഡ് ഉണ്ടല്ലോ, അപ്പൊ 3 സംഖ്യകളുണ്ട്, റെപ്രസെന്റ് ചെയ്യാൻ 3 സൈഡ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരുന്നത് 2:3:1 ആണ് അതിന്റെ സൈഡുകളുടെ റേഷ്യോ തന്നിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സൈഡ്സ്. ഓരോ വശവും എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പൊ തന്നെ ചെയ്തല്ലോ, ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം അതിന്റെ സം തന്നപ്പോ നമ്മൾ അതിന്റെ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ആ റേഷ്യോയിൽ അങ്ങോട്ട് വീതിച്ചു. ഇവിടെ നമുക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൽ 3 സൈഡ് ആണുള്ളത്. അപ്പൊ ആ 3 സൈഡിൽ ഫസ്റ്റ് സൈഡ് കാണാൻ 54 ഇൻറ്റു ആദ്യത്തെ സൈഡാണ്, ഇതാണ് ആദ്യത്തെ സൈഡ് അല്ലെ. അപ്പൊ 2 ബൈ ഇട്ടിട്ട് എത്ര എഴുതേണ്ടത്? അടിയിൽ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, തെറ്റിക്കുന്നത് അവിടെയാണ്. 2 3 കൂട്ടിയാൽ 5, 5 1 6. ഇവിടെ 6 എഴുതേണ്ടത്. കിട്ടിയല്ലോ, അത് ഫസ്റ്റ് സൈഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡ് സൈഡ്? സെക്കൻഡ് സൈഡ് കാണാൻ 54 ഇൻറ്റു 3/6 ആണ് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് സൈഡ് കാണാൻ 54 ഇൻറ്റു 1/6 ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ആയിരിക്കും 3 വശങ്ങളും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന്. നമുക്കറിയാം 6 ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ ഇങ്ങനെ വെട്ടി നമുക്ക് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കി ചെയ്യാം. 54 നമുക്കറിയാം 6ന്റെ ടേബിളിൽ കൃത്യമായി പോകുന്ന സംഖ്യയാണ്, 9 ടൈംസ് ആണ്. 9 ഇൻറ്റു 6 54 ആണ്. 9 ഇൻറ്റു 2 ബാക്കി വെട്ടി ചെയ്തതിന് ശേഷം ബാക്കി 2 ഉണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ, 18 സെന്റിമീറ്റർ. ഉണ്ടല്ലോ, 54 6 കൊണ്ട് വെട്ടി 9 കിട്ടി. 9 ഇൻറ്റു 2 18. വീണ്ടും ഇവിടെയൊക്കെ 9 ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഹിയർ ഇറ്റ് ഈസ് 27 സെന്റിമീറ്റർ. ഇവിടെയും അതെ 9 തന്നെയാണ്, 9 സെന്റിമീറ്റർ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കിയേ, കൂട്ടി നോക്കിയേ. വെദർ വി വിൽ ഗെറ്റ് ദ 54 സെന്റിമീറ്റർ ആസ് ദ പെരിമീറ്റർ. പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് 54 കിട്ടുമെന്ന് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്ത് നോക്കാം. 18 27 9. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് റേഷ്യോ വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാം. അപ്പൊ രണ്ട് മെഷേഴ്സ് വന്നിട്ട് വെച്ചിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പൊ 3 മെഷേഴ്സ് ആയിരിക്കാം, അങ്ങനെയും ചെയ്യാം. ഒരൊറ്റ പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. രാജു, ഉണ്ണി ആൻഡ് ശിവ. They started a business. ആ രാജുവും ഉണ്ണിയും ശിവയും കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങി. ഇവർ രണ്ടുപേരും ബിസിനസ് തുടങ്ങാൻ വേണ്ടി they contributed some amount of capital. അവരൊരു നിശ്ചിത തുക മൂലധനമായിട്ട് കൊണ്ടുവന്നിട്ടാണ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന തുകയാണ്. ആ എമൗണ്ട് കൊണ്ടുവന്നിട്ട് 3 പേരും അവരവരുടേതായ രീതിയിൽ കുറച്ച് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് they started a new business. അവരൊരു പുതിയ ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കാം. ആൻഡ് അവർ കൊണ്ടുവന്ന എമൗണ്ട് എങ്ങനെയാണ്? ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10,000 രൂപ ഒരാള്, 20,000 രൂപ ഒരാള്, അടുത്ത ആള് 25,000. ഇങ്ങനെയാണ് അവര് 3 പേരും കൊണ്ടുവന്ന തുക. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഗോട്ട് എ പ്രോഫിറ്റ്. അവർക്ക് കുറച്ച് ബിസിനസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് ₹8,000. ഒരു 2 മാസമോ 3 മാസമോ ഒക്കെ കഴിഞ്ഞപ്പോൾ അവരൊരു ബിസിനസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു 8,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. ആൻഡ് എങ്ങനെയായിരിക്കും അവർ ആ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് എടുത്തത്? അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ റേഷ്യോയിലാണ് എങ്കിൽ വാട്ട് വിൽ ബി ദ എമൗണ്ട് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും കിട്ടുന്ന തുക എത്രയായിരിക്കാം? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ. അവർ കോൺട്രിബ്യൂഷൻ കണ്ടോ? കോൺട്രിബ്യൂഷന്റെ നിരക്കിലായിരിക്കണമല്ലോ. ദേ ഹാവ് ഡിസ്ട്രിബ്യൂട്ടഡ് ദെയർ പ്രോഫിറ്റ്. അവരുടെ ലാഭം അവർ പങ്കിട്ടത് അങ്ങനെയായിരിക്കാം. അപ്പൊ പ്രോഫിറ്റ് 8,000 ആണ്. അവരുടെ റേഷ്യോ നമുക്ക് നോക്കാം. അവരുടെ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത റേഷ്യോ നമ്മളൊന്ന് എഴുതണം. റേഷ്യോ ഇതാണ്. 10,000 രൂപയാണ് ആദ്യത്തെ ആൾ കൊണ്ടുവന്നത്, 20,000 രൂപയാണ് രണ്ടാമത്തെ ആൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്, 25,000 രൂപയാണ് മൂന്നാമത്തെ ആള് കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ ലെറ്റസ് നമുക്ക് ഇതിന്റെ റേഷ്യോ എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന 3 zeros ഉണ്ട്, 3 പൂജ്യങ്ങൾ വെട്ടാം നമുക്ക്. ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി 10:20:25 ഉള്ളൂ. കാരണം എന്താ? 3 പൂജ്യം എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ടല്ലോ. 3 എണ്ണം ഒരുപോലെ ആയതുകൊണ്ട് അത് നമ്മൾ വെട്ടി. ഇനി നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, 10:20:25 കുറച്ച് ചെറുതായി കിട്ടി സംഖ്യ. സോ നമുക്ക് ഇവിടെ അറിയാം 5ന്റെ ടേബിളിൽ നമുക്ക് ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. 5 10 5 കൊണ്ടാണ് കേട്ടോ ഡിവൈഡ് ചെയ്യണേ. 5 10 2 ടൈംസ്, 5 20 4 ടൈംസ്,
5/25 5 ടൈംസ്. അപ്പൊ അവരുടെ റേഷ്യോ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത റേഷ്യോ എത്രയാണ്? ഇത്രയും രൂപ വെച്ചിട്ടാണ് കൊണ്ടുവന്നെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്തു? ലോവസ്റ്റ് ടേമിലേക്ക് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദ റേഷ്യോ ആവശ്യമാണ്. അംശബന്ധത്തിന്റെ ചുരുങ്ങിയ രൂപം അല്ലെങ്കിൽ ചെറിയ രൂപം, ലഘൂകരിച്ച രൂപം നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ഇത്രയും വലിയ സംഖ്യ വെച്ച് നമുക്ക് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലാഭത്തെ വീതിക്കണമെങ്കിൽ ആ റേഷ്യോനെ നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് കിട്ടിയ റേഷ്യോ എത്രയൊക്കെയാണ്? 2:4:5. ഒരാള് 2 ഭാഗം എടുത്തെങ്കിൽ അതിന്റെ ഇരട്ടി 4 ആണല്ലോ, 2ന്റെ ഇരട്ടിയാണ് 4. അത്രയും വേഗം രണ്ടാമത്തെ ആളെടുത്തു. മൂന്നാമത്തെ ആള് 5 പാർട്ടാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തർക്കും കിട്ടിയത് എത്രയെന്ന് നോക്കാം. ആദ്യത്തെ ആളുടെ പേര് രാജു ആണ്. രാജുവിന്റെ പ്രോഫിറ്റ്, രാജുസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പ്രോഫിറ്റ് 8,000 ആണ്. 8,000 into 2 ഇത് എഴുതുമ്പോൾ മറക്കരുത്, തെറ്റിപ്പോകരുത്. 2 4 കൂട്ടി 6, 6 5 11. നമ്മൾ ആൻസർ കണ്ടെത്തണം. 8,000 into 2/11 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമലൊക്കെ വരുമായിരിക്കും. അപ്പൊ രണ്ടും ഈ നമുക്കറിയാം ഇത് വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ലല്ലോ, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ആദ്യം തന്നെ 8,000 into 2, 8 into 2 16, 16,000 ഡിവൈഡഡ് ബൈ 11 എത്രയാന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാം. ആൻഡ് ഉണ്ണിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണണമെങ്കിലോ, ഉണ്ണിയുടെ ഇത് കാണാൻ 8,000 into ഉണ്ണിയുടെ ഷെയർ 4 ആണ്. 4/11 ചെയ്യണം. ആൻഡ് ശിവേന്റെ കാണാനായിട്ട് 8,000 into 5/11 ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെയായിരിക്കും ഓരോരുത്തർക്കും കിട്ടിയ പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾക്കുള്ള വർക്കാണ് അത്. ബാക്കി ചെയ്യുക. 8,000 into 2/11 ഒക്കെ കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 3 പേർക്കും അവർക്ക് കിട്ടിയ റേഷ്യോയിൽ വീതിക്കുന്നത്. അപ്പൊ 2:4:5 നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. രാജുവിന്റെ ഷെയർ 8,000 into 2/11, ഉണ്ണീസ് ഷെയർ 8,000 into 4/11 ആൻഡ് ശിവാസ് ഷെയർ 8,000 into 5/11 എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഷ്യോ ആണ്, അംശബന്ധമാണ്. അംശബന്ധം എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിലാണ് അതിനെ, ഏതൊക്കെ സാഹചര്യത്തിലാണ് അതിന്റെ ഉപയോഗം വരിക എന്നൊക്കെ നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കി ചെയ്തൊക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.